ഒറ്റപ്പാലം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി മേജർ രവിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏറ്റവും കൂടുതൽ ഗുഡ് മോർണിംഗ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ? തെരഞ്ഞെടുപ്പ് എന്താണ് ഇങ്ങനെ ചൂട് പിടിച്ചോണ്ടിരിക്കുന്നു. കൂടുതൽ നമുക്കും ചൂട്, അതെന്താണെന്ന് വെച്ചാൽ പനി, ജലദോഷം എല്ലാം ഉണ്ടാവും. പക്ഷെ ചൂടിനൊപ്പം വെയിലിന്റെ ചൂടും വളരെ എല്ലാം ഉണ്ട്. അതിന് കൂടുതൽ ചിലപ്പോൾ മഴ പെയ്യും. അപ്പോൾ ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് അത് ശരിക്കും ബോഡിയെ ബാധിക്കാറുണ്ട്. പക്ഷേ അതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്ന ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കംപ്ലീഷൻ നോക്കിക്കഴിഞ്ഞാൽ 7-ാം തീയതി വരയ്ക്ക് ഊണും ഉറക്കമൊന്നും നോക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നടന്ന് അവരോട് അഭ്യർത്ഥിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് ഈ മാറ്റം, അല്ലെങ്കിൽ ഈ 50 വർഷമായിട്ട് ലെഫ്റ്റും റൈറ്റും എല്ലാം കൂടെ ഭരിച്ചുണ്ടാക്കിയിട്ട് കേരളത്തിനെ കടക്കണിയിലാക്കുക എന്നുള്ളതല്ലാതെ കേരളം ഇപ്പം ഇവർ ഈ ലെഫ്റ്റുകാർ 10 വർഷം മുന്നേ എടുക്കുന്ന സമയത്ത് 1.5 ലക്ഷം കോടി കടമുണ്ടായിരുന്നു. ഇപ്പം 5 കോടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ആരുടെയാണ്? നിങ്ങളുടെ എല്ലാവരുടെയും കടമാണ്. നമ്മുടെ എല്ലാവരും കൊടുക്കണത്. അപ്പം ഇത് വിചാരിക്കും ഞാനൊന്നും കൊടുക്കില്ല. ഇല്ല, നിങ്ങളുടെ അത് ടാക്സായി പിഴിഞ്ഞ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഡെവലപ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒറ്റപ്പാലത്തിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭാരതപ്പുഴ ഒഴുകിപ്പോകുന്നുണ്ട്. മഴക്കാലത്ത് മാത്രം വെള്ളം കാണും, വേനൽക്കാലത്ത് വെറും പുല്ല് മുളച്ച് നിൽക്കുന്ന കാണും. ഇതിനൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുള്ളൂ. അതാരും ശ്രദ്ധിക്കാറില്ല. പിന്നെ കിണറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ് കുഴിച്ചുകൊണ്ടിരിക്കും, പാറ പൊട്ടിക്കും, അതുപോലെ തന്നെ ട്യൂബ്വെൽസ് അടിക്കും. ഈ ട്യൂബ്വെൽ ഇതെല്ലാം അടിക്കുന്ന എക്കോളജിക്കൽ ബാലൻസ് തെറ്റിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ശേഖരിക്കേണ്ട കാലം എന്നോ മറികടന്നു. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം അത് പ്രധാനമന്ത്രിയുടെ തന്നെ എത്രയോ യോജനകളുണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, നമ്മൾക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് എത്ര കട്ടു, എത്ര മുടിപ്പിച്ചു ഒന്നും പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ എനിക്കിവിടെ MLA ആയി പോയി കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ കുട്ടികൾക്ക്, കാരണം കുട്ടികളുടെ ഒരു ഫ്യൂച്ചറാണ് ഞാൻ നോക്കുക. അല്ല ഇന്നത്തെ വർഷത്തിൻ്റെ ഒരു ബോണസ് കൊടുക്കുക, അതല്ല. വളർന്നു വരുന്ന ഒരു തലമുറ ഒരു സ്റ്റേജിൽ ഇങ്ങനെ എത്തണം, ഒരു ഡിസിപ്ലിൻഡ്, അതേപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാക്കത്തക്ക രീതിയിൽ ചില പ്രവൃത്തികൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു സമൂഹത്തിനെ വളർത്താൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പണിയെടുക്കണം. അപ്പോൾ ആ പണിയെടുക്കുന്ന സമയത്ത് എനിക്കത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. കൂടുതൽ പ്രധാനമന്ത്രി മോദിജി അവിടെ ഉള്ളിടത്തോളം കാലം ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്തിവിടെ ചെയ്യാനും അതെനിക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. രാഷ്ട്രീയക്കാരന് അപ്പുറത്തേക്ക് താങ്കളൊരു സെലിബ്രിറ്റി താരം കൂടിയാണ്. അത് ശരിക്കും ബുദ്ധിമുട്ടാവും ഇല്ല, ഇത് കാരണം ഈ സെൽഫി എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂസ് ടു ആണ്. കാരണം അത് ആക്ച്വലി അവരാണ് നമ്മൾ സെലിബ്രിറ്റി ആക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല. അവരാരും ഫോട്ടോ എടുക്കാൻ വരില്ല. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മൾ മോൻ കാണിക്കരുത്. അവരെന്തൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ തോളത്തുനിന്ന് കൈയിട്ടിട്ട് യെസ് ബാ ആൻഡ് ഹീൽ ബി വെരി ഹാപ്പി. അപ്പം നമ്മൾ മനുഷ്യൻ്റെ ആ ഫീലിങ്സിനെ മനസ്സിലാക്കണം. അത് ഞാൻ സെലിബ്രിറ്റി ആയിരിക്കുമ്പോഴും ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് ഞാൻ ചാട കാണിക്കാറില്ല. ആര് വന്നു കഴിഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് എനിക്ക് അവരുടെ വേർപ്പോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാനതൊക്കെ യൂസ്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും ദേ ആർ വെൽക്കം. അപ്പം നമ്മൾ ടയർഡാണെങ്കിലും അത് നല്ല പ്രസൻ്റ് ആയിട്ട് നമ്മൾ, കാരണം അവരുടെ ഫോട്ടോ നമ്മൾ ടയർഡായിട്ട് കാണാൻ പാടില്ലല്ലോ. അതൊക്കെ ഉണ്ട്, അതെല്ലാം ഓക്കെ. കൂടിയിട്ട് BJPക്ക് ഒറ്റപ്പാലത്ത് ഒരു ഉണർവ് വന്ന പോലെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെ അത് ഒരു സംശയമില്ല. അണികൾ ഫുള്ളായിട്ടും ചെറുപ്പക്കാർ താഴെക്കടയിൽ ഉറങ്ങിക്കിടന്ന ബൂത്തുകൾ, അതായത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മണ്ഡലം പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും എല്ലാവരെയും നോക്കുന്നത് അവരെല്ലാം ചെറുപ്പക്കാർ ഊർജ്ജസ്വലരാണ്. ആക്ച്വലി ഒറ്റപ്പാലത്തിന് BJPക്ക് നല്ല വേറോറുണ്ട്. കഴിഞ്ഞ ടൈമിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തിന് BJPക്ക് ഒരു വലിയ വളർച്ചയുണ്ട്. ആ വളർച്ച ഈ തെരഞ്ഞെടുപ്പിന് കാണണം. കാരണം ഈ വളർച്ച ഒരുപക്ഷെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകളുടെ കൊള്ളരുതായ്മ, ഇതെല്ലാം അവരുടെ പാർട്ടിയിൽ പോലും അത് വളരെയധികം നമുക്ക് സ്വാധീനം ചെയ്യും. ബിക്കോസ് പാർട്ടിക്കാർ പോലും, പിന്നെ ഹാർഡ് കോർ പാർട്ടിക്കാരുണ്ട്. ഇത് മാത്രം ഇത് വെച്ചിട്ട് എന്ത് ചെയ്താലും ശരി ഞാൻ മാറില്ല, അതിന് ആ ചിഹ്നം കണ്ട അതില്ല. പക്ഷെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇപ്പം G. സുധാകരൻ എന്തുകൊണ്ട് മാറി? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന എത്രയോ മാർക്സിസ്റ്റുകാർ മാറിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അനുകൂലം തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് സിറ്റിംഗ് MLA ആണ് LDFന്റെ K. പ്രേംകുമാർ. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി മുൻ LDFന്റെ MLA ആയിരുന്ന PK ശശിയാണ്. എങ്ങനെയാണ്? അപ്പൊ ആക്ച്വലി ഞാനിപ്പോ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? NDA versus 2 CPI M. അത് 1 and 2. അപ്പം അതിനകത്ത് അവർ തമ്മിലുള്ള പ്രശ്നമല്ല. അപ്പം അത് PK ശശി ആണെങ്കിലും ശരി, പ്രേംകുമാർ ആണെങ്കിലും ശരി,
ബേസിക്കലി മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പി കെ ശശി നിൽക്കുന്ന യു ഡി എഫിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ യു ഡി എഫ് എന്ന് പറയുന്നത് കയ്യിൻ്റെ ചിഹ്നമില്ല, തെങ്ങിൻ തോപ്പാണ്. അതെന്തായിക്കോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞാൻ കോൺഗ്രസ്സുകാരൻ ആണോ അല്ലേ എന്നുള്ളതല്ല. ഞാൻ നിങ്ങളുടെ പഴയ നമ്മുടെ ഓൾഡ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിനെ വധിച്ചവരെ പിടിക്കാൻ വേണ്ടി നെഞ്ചും വിരിച്ച് പല റിസ്ക് കൊടുത്തിട്ട് അവന്മാരെ പിടിച്ച് ജയിലിലിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ രാജ്യസ്നേഹം എന്താണെന്നുള്ളത് മാത്രം അളന്നിട്ട് കോൺഗ്രസ്സുകാരെ എനിക്ക് വോട്ട് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അല്ല, ഇറ്റ്സ് എ ഫാക്ട്. ബിക്കോസ് ഞാൻ കാണുന്ന പെട്രിയോട്ടിസാണ് എവിടെയും. നമ്മൾ ഒരു അന്നും എൻ്റെ മനസ്സിനകത്ത് ബി ജെ പി എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ പട്ടാളത്തിലിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സിനാരിയോ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ദെൻ ഇതെനിക്ക് പറയാമായിരുന്നല്ലോ, ഇല്ല സർ, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദിസ് ഓപ്പറേഷൻ ബിക്കോസ് ഈസ് എ കോൺഗ്രസ് മാൻ. നോ, ഐ ആം എ ബേസിക്കലി എ പെട്രിയോട്ട്. ഇന്നിപ്പം ഞാനിവിടെ MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഫാമിലിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണെന്നുള്ളത്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളാണ്. അപ്പോൾ ആ 4 ലക്ഷം 5 ലക്ഷം എത്ര ആൾക്കാർ വരുന്നത് വെച്ചാൽ അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. ഇത് തന്നെ ഒരു പട്ടാളക്കാരനായിട്ട് ഞാൻ ചെയ്തത് അതേ സ്വഭാവം ഇവിടെയും കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് വല്ല നന്ദി ഉണ്ടെങ്കിൽ, നന്ദി എന്നുള്ളതല്ല, ഞാൻ ഒരു ചാരിതാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്നല്ല, അന്ന് എനിക്ക് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള ഒരു ഹാൻസം പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അന്ന് ഞാൻ ഡ്യൂട്ടിയിലും കൂടെ ഉണ്ടായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സിൽ. ഇതാദ്യമായിട്ട് അറിയുന്നത് ഞാനാണ് മദ്രാസിൽ. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ ഈ ഓപ്പറേഷൻ എനിക്ക് കിട്ടണമെന്ന്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ എനിക്ക് കിട്ടി. ആ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതാരോ ആയിക്കോട്ടെ, അവരെ വന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് കൊന്നിട്ട് അവനങ്ങ് പോകാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. ആ സമയത്താണ് നമ്മളെ ദൈവം കൂടെ നിൽക്കുന്നത്. നമുക്കൊന്നും പറ്റിയില്ല, ഒരു ഫയറിങ്ങും ഇതെല്ലാം നടന്നു, എങ്കിലും നമ്മൾ അവരെല്ലാം പിടിച്ചാത്തിട്ടില്ലേ. ഇപ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ അതിനെ പുറത്തേക്ക് വിട്ടത് 30 വർഷങ്ങൾ. ഒറ്റപ്പാലത്ത് എത്തുമ്പോഴേ ഈ കോൺഗ്രസിലെ ചില ആളുകളും അതേപോലെ CPM-ലെ ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ UDF സ്ഥാനാർത്ഥി PK ശശിക്ക് വോട്ട് കുറയും, ആ വോട്ട് മുഴുവൻ മേജർ രവി അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൃപ്തി എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ്. ഇത്രയും കാലം കോൺഗ്രസിനെയും BJP-യെയും കുറ്റം പറഞ്ഞ ആള് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ലീഗിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. ബട്ട് ദെൻ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു. ഞാൻ എപ്പോഴും പറയണ്ട, എന്നെ അതിന് മുമ്പ് നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ ഞാൻ മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ എന്നെ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ഞാൻ ആ ഫംഗ്ഷൻ പോയപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കൂടെ എന്നെ കോൺഗ്രസ് ചേർന്നു എന്നുള്ളത്, കോൺഗ്രസ്സുകാരനാണെന്നുള്ളത്. ഞാൻ ഇന്നവർ ആദ്യമായിട്ടൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് BJP-യുടെ ആണ്. കുട്ടിക്കാലത്ത് ബാലശാഖിലൊക്കെ ചെയ്തിട്ടുള്ള ആളും. അപ്പം ഞാൻ ഒരു പാർട്ടിയിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഇനി ഈ പാർട്ടിയിൽ തന്നെ എനിക്കൊരു നീരസം തോന്നുകയാണ്, എന്നെക്കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി അവിടെ വയ്ക്കും. എന്നിട്ട് ഞാൻ പറയും ഞാൻ പാർട്ടിക്കാരൻ തന്നെയാണ്, പക്ഷെ വേറൊരു പാർട്ടിയിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും, ഈ വേറെ പാർട്ടി പോകുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനല്ലേ? എനിക്ക് അങ്ങനെ ബെനിഫിറ്റ് വേണ്ട. എനിക്ക് എവിടെയും എനിക്ക് സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും. കഴിഞ്ഞ 2 ഇലക്ഷന് ഞാൻ എത്ര ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, എത്രയോ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. സോ ഞാനൊരു അധികാരമോഹിയോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നിൽക്കണം. സത്യം പറഞ്ഞപ്പോൾ ഇലക്ഷൻ നിന്നിട്ട് ഇനി ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ സാറെ വിട്ട് ഞാൻ വല്ല ചെറുപ്പക്കാരി ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം, ഞാൻ ബിൽഡപ്പ് ചെയ്താൽ. ഇറ്റ്സ് ടു ടീഡിയസ് വർക്ക്. ഞാൻ വർക്കിലിക്കാൻ വേണ്ടി, ഞാൻ ജയിക്കാൻ വേണ്ടി വർക്ക് ചെയ്യണം. അപ്പം എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പം അതിനകത്ത് മേജർ രവി എന്നുള്ള വ്യക്തി ഒരിക്കലും ഒരു പാർട്ടി അങ്ങനെ മാറി, അല്ലെങ്കിൽ അവരെല്ലാം മാറുന്നത് അവരുടേതായിട്ടുള്ള ഇതില്ല. പക്ഷേ PK ശശി സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ UDF സപ്പോർട്ട് ഉണ്ടെന്ന്. അദ്ദേഹം അവിടെയല്ല പോകേണ്ടത്, വേറെ എവിടെയെങ്കിലും പോകണം. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഐ ഡോണ്ട് നോ, അതായത് പൊളിറ്റിക്കൽ സിനാരിയോ ആയതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കൊരു പാർട്ടി പറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും, പാർട്ടിക്കാരനായിരിക്കും. ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരിക്കും അവിടെ, പക്ഷേ ഞാൻ എന്തിനു വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് മുന്നേ ഞാൻ LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിനെ കണ്ടിരുന്നു. വളരെ ഒരു ശ്രീകൃഷ്ണപുരത്ത് മറ്റെവിടെയോ താങ്കളെ കണ്ടു, ഒരുമിച്ച് ചായ കുടിച്ചു. സൗഹൃദമല്ലേ, രാഷ്ട്രീയം വേറെ സൗഹൃദം അങ്ങനെ തന്നെയല്ലേ? ഒരു സംശയമില്ല, ഐ ലവ്ഡ് ഹിം. വൈ? ബിക്കോസ് ചായക്കടയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് രവിട്ടാന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് ഈ വ്യക്തിനെ. അപ്പം അങ്ങനെയുള്ളൊരു നോട്ടാണ് ഞാൻ നോക്കിയത്. പിന്നെ രവിട്ട അവിടുത്തെ മെല്ലേടത്. ഓ, ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് ചായയും കുടിച്ചു. ശരി, രാഷ്ട്രീയം വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. ഇപ്പം എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്രയോ വലിയ ബന്ധങ്ങളുണ്ട്. അത് പേഴ്സണൽ ബന്ധങ്ങളാണ്.
വോട്ട് ചെയ്യാൻ ചിലപ്പോൾ അവരെനിക്ക് വോട്ട് ചെയ്യില്ലായിരിക്കും. പക്ഷേ പേഴ്സണലി ചിലപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ രാഷ്ട്രീയം മറന്നിട്ട് ഈ ആളെ കൊണ്ട് നാടിന് ഉപകാരമുണ്ടെന്ന് പറഞ്ഞാൽ അവരെനിക്ക് വോട്ട് ചെയ്യും. അതിപ്പം PK ശശി ആണെങ്കിലും മൂപ്പര് തോന്നുന്നത് രവി കുഴപ്പമില്ല കേട്ടോ, ഓനൊരു വോട്ട് കൊടുത്തേക്കാം. അത് മൂപ്പർ അവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ സംഭവിക്കും. അത് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ശശിയുടെ അടുത്ത് ഞാൻ ശശിനെയും കണ്ടിട്ടുണ്ട്. ക്യാമറ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നു ചിരിച്ച്, അത്രേ ഉള്ളൂ. അത് സൗഹൃദത്തിന്റെ മുകളിൽ. ബാക്കിയെല്ലാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ബാലറ്റ് ബോക്സിൽ ആരാണ് എന്താണ് വോട്ട് ചെയ്യുന്നത് പോലും നമുക്ക് പറയാൻ പാടില്ല. നമുക്ക് അതുകൊണ്ടാണ് മൊബൈലിൽ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. അതെൻ്റെ ഒരു സാങ്ക്ടിറ്റി ഓഫ് ദ ഡെമോക്രസി എന്ന് പറയും. അത്രയും സീക്രസി ആയിട്ടൊരു സംഭവമാണ്. അത് ആർക്ക് വോട്ട് ചെയ്തത് നമ്മൾ ചോദിക്കാം. ഭാര്യ ആർക്ക് വോട്ട് ചെയ്ത്, ഭാര്യ ചിലപ്പോൾ എന്നെ തലേദിവസം വഴക്കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കിട്ട് പണി കൊടുക്കാം, ഒരു വോട്ട് മറ്റേ കൂത്താന്ന് പറയും. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. സോ വി കാൻ ടെസ്റ്റിഫൈ ഓൾ ദീസ് പീപ്പിൾ, ബട്ട് ദെൻ പൊളിറ്റിക്സ് ഇസ് പൊളിറ്റിക്സ്. വർഷങ്ങളോളം LDF-നൊപ്പം യാത്ര ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം മണ്ഡലം. ആ ഒരു മണ്ഡലത്തിലേക്കാണ് താങ്കളെപ്പോലുള്ള ആള് LDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഈ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അല്ലേ പ്രവർത്തിക്കുന്നത്? സർ, 2014 വരയ്ക്കും ഇവിടെ കോൺഗ്രസ് കൊടികുത്തി വാണ്ടിട്ടുള്ളൊരു രാജ്യമാണിത്. എല്ലാ കോട്ടകളും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അവിടെ അല്ല സാർ, ഞങ്ങൾ 302 സീറ്റുമായിട്ട് ഇങ്ങോട്ട് കയറി വന്ന് ഒറ്റടിക്ക്. പൊളിക്കാൻ പറ്റാത്ത ഒരു കോട്ടയില്ല സാർ. അത് പൊളിക്കും. കാരണം എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്സ് ആവുന്ന സമയത്ത് ജനങ്ങളുടെ മൈൻഡാണ്. ജനങ്ങളിപ്പം എന്നിൽ വിശ്വാസമുണ്ട്. മേജർ രവി പറയുന്ന ഈ വികസനം യെസ് അയാളെ കൊണ്ടുവരാൻ സാധിക്കും. അവർ ചിന്തിക്കാത്ത വികസനം പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹബിൻ്റെ ഇതിൻ്റെ കാലം അവർ ഇപ്പം ഒന്നും മനസ്സിലാവില്ല. ഞാൻ കാണുന്നത് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ കുട്ടികൾ, ഈ കുട്ടികളെ ഇനി നല്ലൊരു ബേസിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഒറ്റപ്പാലത്തെ പിള്ളേരെന്ന് പറയുന്ന സമയത്ത് they should be so self-contented and they should be sitting in the good positions. അതിന് ഇപ്പോഴേ ഞാൻ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം എനിക്ക് കോൺഗ്രസ്സുകാർ വോട്ട് വരും. കാരണം എന്ന് വെച്ചാൽ അവരുടെയും കുട്ടികൾ ഇവിടെ ഉണ്ട്. ഞാൻ തിങ്കിങ് അബൌട്ട് ദ ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി. അപ്പം അത് നമുക്ക് എന്ത് തന്നെയാണ് ശരി, ഏത് കുട്ടികളാണ് ശരി. അതിനാണ് ഞാൻ സൈനിക് സ്കൂൾ കൊണ്ടുവരണം എന്നുള്ളത്. അതിനകത്ത് പാവപ്പെട്ട നിങ്ങൾ ഒരു ഓട്ടോക്കാരൻ്റെ കുട്ടിക്കടക്കം അതിനകത്ത് പഠിക്കാം. അതിൽ ഗവൺമെൻറ് വെഹിക്കിൾ ഇതൊന്നുമില്ല, റിസർവേഷൻ ഇല്ല, എല്ലാവർക്കും ഈക്വലാണ്. അതുകൊണ്ടാണ് സെൻട്രൽ സ്കൂൾ എന്താ ഞാൻ പറയുന്നത്, സൈനിക് സ്കൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും. നല്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും. എനിക്ക് ചേട്ടനോട് ഒരു പേഴ്സണൽ കാര്യം ചോദിക്കുകയാണ്, വിഷമാവെന്ന് അറിയാം. ഇന്ന് ഈ രവിയേട്ടൻ ഇങ്ങനെ ഒരു മത്സരരംഗത്ത് നിൽക്കുമ്പോൾ വലത്തേ സൈഡിൽ നിൽക്കേണ്ട ഒരാൾ ഇന്ന് ചേട്ടൻ്റെ കൂടെ ഇല്ല, കണ്ണേട്ടൻ. നമുക്ക് ഏറ്റവും നല്ലൊരു ശ്രേഷ്ഠനായിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആണ്. ഇമോഷണൽ ആവുമെന്ന് എനിക്കറിയാം, ഞാനത് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ഈ രവിയേട്ടൻ ഇവിടെ വരട്ടെ. ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്, താങ്കളുടെ കണ്ണുകളിൽ ഈർന്നടിഞ്ഞിരിക്കും, സോറി. അപ്പൊ എന്തായാലും വലിയ രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തോടെ താങ്കൾക്ക് ഇവിടെ ജയിക്കാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? അങ്ങനെ ചോദിച്ചാൽ പലതും. അനിയൻ പോയി, അമ്മയില്ല, അച്ഛനില്ല. പക്ഷെ ഈ സ്നേഹങ്ങളൊക്കെ ഞാൻ ഇപ്പം നീ ഒരു അനിയൻ്റെ സ്ഥാനത്തായിരിക്കും ഞാൻ നിന്നെ കാണുന്നത്. ഏതൊരു അമ്മമാരെ കാണുമ്പോൾ ഞാൻ കാല് തൊടാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പോയി, ആ അമ്മമാർ ഇവിടെയൊക്കെ ഉണ്ട്. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്? ടഫാണ്. ബട്ട് ഇഫ് യു ടച്ച് മൈ ഹാർട്ട്, ഈ സോഫ്റ്റ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അമ്മമാരുള്ള ഇപ്പം ഇതൊന്നും ഇല്ല. ഇപ്പം ഞാനും മോഹൻലാലും നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്. മോഹൻലാൽ എന്നോട് പറഞ്ഞു, അണ്ണാ എൻ്റെ ചേട്ടൻ പോയി, അത് കഴിഞ്ഞ് അച്ഛൻ പോയി, അമ്മ പോയി. അതേ ആഴ്ചയിലാണ് അവസാനമായൊരു കണ്ണിയുണ്ടായിരുന്ന കണ്ണനും പോയത്, അണ്ണന്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു പൊസിഷനില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ. മോഹൻലാലിനും ആരുമില്ല, രക്തബന്ധം എന്ന് പറയാൻ എനിക്കുമില്ല. നമ്മുടെ കുട്ടികളൊക്കെ അത് വേറെ ഇത്. പക്ഷെ സിബ്ലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ബ്രദർ, അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ഒറ്റയ്ക്കായിട്ടുള്ളത്. ആ ഒരു ഫീലുണ്ട്. പക്ഷേ ഐ എം എ സോൾജർ, ഐ ഹാവ് ടു ഫൈറ്റ് ഫോർ ദ പബ്ലിക്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ അതിനുള്ള ശക്തി ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഇമോഷണൽ, നമ്മൾ കരയണ്ടോ ചില സമയത്ത്, അതത്രേ ഉള്ളൂ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.